പുതുവർഷത്തിൽ സംഘർഷങ്ങൾക്ക് അയവ് വരുമെന്നായിരുന്നു പ്രതീക്ഷ. പക്ഷേ ദിനംപ്രതി പുതിയ യുദ്ധമുഖങ്ങൾ തുറക്കുകയാണ്. പുതിയ സംഘർഷങ്ങളും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. എല്ലാത്തിനും മുൻപന്തിയിൽ സമാധാനവാഹകനാണെന്ന് സ്വയം പറയുന്ന ട്രംപ് തന്നെ. നൊബേൽ സമ്മാനം ലഭിക്കാത്തതിലുള്ള ചുരുക്ക് മറ്റ് രാജ്യങ്ങളുടെ മേൽ തീർക്കുന്നത് പോലെയാണ് ട്രംപിന്റെ ഓരോ നടപടികളും. പോയ വാരത്തെ ലോകവിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഭൂലോകത്തിലേക്ക്. ഒരു രാജ്യത്ത് കടന്നുകയറി അവിടുത്തെ ഭരണാധികാരിയെ തട്ടിക്കൊണ്ടുപോകുന്ന നടപടി ഒരിക്കലും അംഗീകരിക്കാനാകില്ല. വെനസ്വേലയിലെ US നടപടിയും അങ്ങനെ തന്നെയാണ്. പക്ഷേ വെനസ്വേലയിലെ ഈ തകർച്ചയ്ക്ക് പിന്നിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ്? വിശ്വസ്തർ തന്നെ മഡൂറോയെ ഒറ്റിക്കൊടുത്തു. അതിനുള്ള ചില സംശയങ്ങൾ കൂടുതൽ ബലപ്പെടുകയാണ്. റഷ്യൻ നിർമ്മിത അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ കൈവശമുണ്ടായിട്ടും 150ഓളം വരുന്ന US വിമാനങ്ങളെയും ഹെലികോപ്റ്ററുകളെയും തടയാൻ വെനസ്വേലിയൻ സൈന്യം ശ്രമിച്ചതുപോലുമില്ല എന്നത് ഈ സംശയങ്ങളുടെ ആഴം വർദ്ധിപ്പിക്കുന്നു. സൈന്യവും വിശ്വസ്തരും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ ബാക്കി പത്രമാണോ വെനസ്വേലയിൽ കണ്ടത്? വെനസ്വേലയുടെ തകർച്ച എന്നത് ഒരു ആകസ്മിക സംഭവമായിരുന്നില്ല. മറിച്ച് നിക്കോളാസ് മഡൂറോ എന്ന ഭരണാധികാരി ഭീതിയിലൂടെയും അഴിമതിയിലൂടെയും കെട്ടിപ്പടുത്ത ഒരു അധോലോക വ്യവസ്ഥിതിയുടെ അനിവാര്യമായ പതനമായിരുന്നു അത്. വർഷങ്ങൾ നീണ്ട രാഷ്ട്രീയ അനിശ്ചിതത്വത്തിന് വിരാമമിട്ട് 2026 ജനുവരി 3 വെനസ്വേലൻ തലസ്ഥാനമായ കാരക്കാസിൽ അമേരിക്കൻ സൈന്യം നടത്തിയ നിർണായക നീക്കം ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേരിട്ടുള്ള ഉത്തരവിനെ തുടർന്ന് നടത്തിയ ഈ മിന്നൽ ഓപ്പറേഷനിൽ നിക്കോളാസ് മഡൂറോയും ഭാര്യയും തടവിലാക്കി വിചാരണയ്ക്കായി ന്യൂയോർക്കിലേക്ക് മാറ്റിയ ഇവർക്കെതിരെ മയക്കുമരുന്ന് കടത്ത്, നാർക്കോ ഭീകരവാദം തുടങ്ങിയ അതീവ ഗൗരവമുള്ള കുറ്റങ്ങളാണ് അമേരിക്കൻ നീതിന്യായ വകുപ്പ് ചുമത്തിയിരിക്കുന്നത്. അമേരിക്കയുടെ ഈ അപ്രതീക്ഷിത നീക്കത്തിന് ലോകമെമ്പാടുമുള്ള വെനസ്വേലൻ ജനതയ്ക്കിടയിൽ വൻ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. മിയാമിയിലും മാഡ്രിഡിലും ലിമയിലും തടിച്ചുകൂടിയ ആയിരക്കണക്കിന് വെനസ്വേലക്കാർ തങ്ങളുടെ ജന്മനാടിൻ്റെ മോചനമായി ഈ സംഭവത്തെ ആവേശപൂർവ്വം ആഘോഷിക്കുന്നു. വെനസ്വേലയിലെ ജനാധിപത്യ പ്രതിപക്ഷ നേതാക്കൾ ഈ നടപടിയെ സ്വാഗതം ചെയ്തു. ഇത് കേവലം ഒരു വിദേശ അധിനിവേശമല്ല, മറിച്ച് ജനാധിപത്യം കവർന്നെടുത്ത ഒരു ഏകാധിപതിയിൽ നിന്നുള്ള വിമോചനമാണെന്ന് അവർ ഒരേ സ്വരത്തിൽ പറയുന്നു. ഹ്യൂഗോ ഷാവേസിന്റെ മരണശേഷം 2013 അധികാരത്തിലെത്തിയ മഡൂറോ ജനാധിപത്യത്തെ അടിച്ചമർത്തി ഏകാധിപത്യത്തിന്റെ വിത്തുകൾ പാവുകയായിരുന്നു. മഡൂറോയുടെ ഭരണകാലത്ത് വെനസ്വേല നേരിട്ടത് സമാനതകളില്ലാത്ത അടിച്ചമർത്തലുകളാണ്. പോലീസിനെയും ചാരസംഘടനകളെയും ഉപയോഗിച്ച് രാഷ്ട്രീയ എതിരാളികളെ മഡൂറോ നിശബ്ദനാക്കി. സാധാരണ ജനങ്ങളെ കുറ്റവാളികളാക്കി മുദ്രകൊത്തി വെടിവെച്ചു കൊന്നു. FAES എന്ന പ്രത്യേക പോലീസ് വിഭാഗത്തിന്റെ ക്രൂരതകൾ ഐക്യരാഷ്ട്രസഭയുടെ പോലും കടുത്ത വിമർശനത്തിന് വിധേയമായിരുന്നു. തടവിലാക്കപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരും പത്രപ്രവർത്തകരും നേരിട്ടത് മനുഷ്യത്വരഹിതമായ പീഡനങ്ങളാണ്. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഇപ്പോൾ ഈ ക്രൂരതകളെക്കുറിച്ച് ഗൗരവതരമായ അന്വേഷണം നടത്തി വരികയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ നിക്ഷേപമുള്ള രാജ്യമായിട്ടും വെനസ്വേല പട്ടിണിയിലായത് ഭരണകൂടത്തിൻ്റെ കൊടിയ അഴിമതി മൂലമാണ്. പൊതുമേഖലാ എണ്ണ കമ്പനികളായ PDVSA ഭരണകൂടത്തിൻ്റെ സമ്പാദ്യപ്പെട്ടി മാത്രമായാണ് മഡൂറോ കണ്ടത്. ബില്യൺ കണക്കിന് ഡോളറാണ് വിദേശ അക്കൗണ്ടുകളിലേക്ക് അനധികൃതമായി ഒഴുകിയത്.
ഇതിന്റെ ഫലമായി രാജ്യം ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായി. നിത്യോപയോഗ സാധനങ്ങളുടെ വില കുതിച്ചുയരുകയും ശമ്പളം തുച്ഛമാവുകയും ചെയ്തതോടെ ജനങ്ങൾ ഭക്ഷണത്തിനായി നെട്ടോട്ടമോടി. അതിജീവനത്തിനായി ദശലക്ഷക്കണക്കിന് ആളുകൾ രാജ്യം വിട്ടു. വെനസ്വേലയിൽ സംഭവിച്ചത് മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയുടെ ക്ലൈമാക്സ് ആണെന്ന് കരുതേണ്ടി വരും. ഡെൽറ്റ ഫോഴ്സിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള ട്രംപിന്റെ ഈ അപ്രതീക്ഷിത ഓപ്പറേഷൻ വിജയിപ്പിക്കാൻ മഡൂറോയുടെ വിശ്വസ്തർ പാറ പോലെ ഉറച്ചു നിന്നു. ഏവരെയും ഞെട്ടിച്ച പ്ലാനിംഗ് നടന്നത് ദോഹയിൽ നിന്നാണെന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അമേരിക്കയുടെ അത്യാധുനിക സൈനിക ശക്തിയേക്കാൾ ഉപരി മഡ്യൂറോയുടെ വിശ്വസ്തർ നടത്തിയ കൂറുമാറ്റമാണ് ഈ ഓപ്പറേഷനെ വിജയത്തിലെത്തിച്ചത്. വെറും മിനിറ്റുകൾക്കുള്ളിൽ മഡ്യൂറോയെയും ഭാര്യയെയും അമേരിക്കൻ സൈന്യം പിടികൂടിയത് കൊട്ടാരത്തിനകത്തു നിന്നുള്ള സഹായമില്ലാതെ സാധ്യമാകില്ലെന്ന് ഉറപ്പാണ്. ഈ ഓപ്പറേഷനിൽ ഒരു അമേരിക്കൻ സൈനികന് പോലും പരിക്കേറ്റില്ല എന്നതും ശ്രദ്ധേയമാണ്. മഡ്യൂറോയുടെ പതനത്തിന് മാസങ്ങൾക്ക് മുൻപേ ഖത്തറിലെ ദോഹയിൽ വെച്ച് നടന്ന രഹസ്യ ചർച്ചകളാണ് ഇതിന് തുടക്കമിട്ടതെന്നാണ് വിവരം. മഡ്യൂറോയുടെ വിശ്വസ്തരായ റോഡ്രിഗസ് സഹോദരങ്ങൾ തങ്ങളുടെ അധികാരം നിലനിർത്താൻ മഡ്യൂറോയെ ഒറ്റിക്കൊടുക്കുകയായിരുന്നുവെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. മഡ്യൂറോ അറസ്റ്റിലായി വെറും 2 ദിവസത്തിനുള്ളിൽ പട്ടാളത്തിന്റെയും കോടതിയുടെയും സഹായത്തോടെ ഡെൽസി റോഡ്രിഗസ് വെനസ്വേലയുടെ താൽക്കാലിക പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത് ഈ സൂചനകളെ ബലപ്പെടുത്തുന്നു. അമേരിക്കൻ ഹെലികോപ്റ്ററുകൾ അവിടെ വന്നിറങ്ങിയപ്പോഴേക്കും മഡ്യൂറോയുടെ വിശ്വസ്തർ, അദ്ദേഹത്തിന് ജനറൽമാരും മന്ത്രിമാരും ഇന്റലിജൻസ് മേധാവികളും അദ്ദേഹത്തെ തനിച്ചാക്കി കഴിഞ്ഞിരുന്നു. റെയ്ഡ് നടന്ന സമയത്ത് മഡ്യൂറോയെ സംരക്ഷിക്കാൻ ശ്രമിച്ച 32 ക്യൂബൻ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടപ്പോൾ വെനസ്വേലൻ സൈനിക യൂണിറ്റുകൾ പ്രതിരോധമുയർത്താതെ പിന്മാറുകയാണ് ചെയ്തത്. മഡ്യൂറോയുടെ ഏറ്റവും അടുത്ത 5 പേരിൽ ഉൾപ്പെട്ടവരായിരുന്നു ഡെൽസിയും ജോർജ് റോഡ്രിഗസും. എന്നാൽ ഈ പുതിയ ലഹരിക്കടത്ത് ഭീകരവാദ കേസിൽ ഇവരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ന്യൂയോർക്ക് കോടതിയിലെ പുതിയ കുറ്റപത്രങ്ങളിൽ നിന്ന് റോഡ്രിഗസ് സഹോദരങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കിയത് അവർ നൽകിയ സഹായത്തിന് അമേരിക്ക നൽകിയ പ്രതിഫലമായാണ് വിലയിരുത്തുന്നത്. മഡ്യൂറോ ന്യൂയോർക്കിലെ കോടതി മുറിയിൽ വിചാരണ നേരിടുമ്പോൾ അമേരിക്കയുമായി ചർച്ച ചെയ്ത് ഉറപ്പിച്ച പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ രാജ്യം ഭരിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അവർ. ലോകരാജ്യങ്ങൾ മഡ്യൂറോയുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചപ്പോഴേക്കും നിലവിലെ വെനസ്വേലൻ നേതൃത്വത്തിന് ഇളവ് നൽകി. ഇത് ഡെൽസി റോഡ്രിഗസിന്റെ സമ്പാദ്യം സുരക്ഷിതമായി നിലനിർത്താൻ സഹായിച്ചു. അധികാര സംരക്ഷണത്തിനായി രാജ്യത്തെ എണ്ണ വ്യവസായത്തിന്റെ നിയന്ത്രണം അമേരിക്ക വിട്ടുകൊടുക്കുന്ന ഓയിൽ ഫോർ ഇമ്മ്യൂണിറ്റി എന്ന കരാറിനും ഇവർ തയ്യാറായി. ഇതിലൂടെ അമേരിക്കൻ ഉപരോധങ്ങളിൽ നിന്ന് ഇവർക്ക് മോചനം ലഭിക്കുകയും ചെയ്തു. ട്രംപിന്റെ ആഗ്രഹം വെനസ്വേലയിലെ എണ്ണ വ്യവസായമാണെങ്കിൽ മഡൂറോയുടെ പതനം യഥാർത്ഥത്തിൽ ആഗ്രഹിച്ചത് അയാളുടെ ഉറ്റവർ തന്നെ. മഡൂറോ എവിടെയുണ്ടെന്ന വിവരവും കൊട്ടാരത്തിന്റെ രേഖാചിത്രവും കൈമാറി. സൈന്യത്തെ നിശബ്ദമാക്കി. എല്ലാം കരുതിയതുപോലെ നടന്നു. ഒറ്റുകൊടുക്കാൻ അമേരിക്കയുമായി ദോഹയിൽ കൈകൊടുത്തവർ ഇപ്പോൾ വെനസ്വേലയുടെ ഭരണം കൈക്കലാക്കിയിരിക്കുന്നു. മഡൂറോയുടെ ഭാവി ഇനി എന്താകുമെന്ന് കാത്തിരുന്നു കാണാം. ആക്രമിച്ച് കീഴടക്കാൻ പറ്റാത്ത രാജ്യങ്ങളിൽ പ്രതിസന്ധി ഉണ്ടാക്കി ഭരണകൂടത്തെ അട്ടിമറിക്കുക എന്നത് അമേരിക്കയുടെ എക്കാലത്തെയും ശീലമാണ്. ഏറ്റവും ഒടുവിൽ ഇറാനിൽ ആഭ്യന്തര സംഘർഷം സൃഷ്ടിച്ച് ഇടപെടാനുള്ള നീക്കമാണ് അമേരിക്ക സജീവമായി നടപ്പിലാക്കുന്നത്. ഇറാനിൽ ഇപ്പോൾ കാണുന്ന പ്രതിഷേധ പ്രകടനങ്ങൾ അതിൻ്റെ ഉദാഹരണം മാത്രമാണ്. ആദ്യം ഉപരോധം ഏർപ്പെടുത്തി, സാമ്പത്തികമായി രാജ്യത്തെ വരിഞ്ഞു മുറുക്കി. പിന്നാലെ ഭരണകൂടത്തിനെതിരെ ഇറാൻ ജനതയെ തെരുവിലിറക്കി അട്ടിമറിക്കാനുള്ള നീക്കം കൂടുതൽ ശക്തമാക്കി. ഇപ്പോഴത്തെ പ്രതിസന്ധിയിൽ നിന്ന് അത്ര വേഗം കരകയറാൻ ഖമനേയി ഭരണകൂടത്തിന് ആകുമോ? സൈനിക നടപടി ഉണ്ടാകുമെന്നത് ട്രംപിന്റെ വെറും ഭീഷണി മാത്രമാണോ?
ചെറുത്തു നിൽക്കാൻ ഇറാൻ ലക്ഷ്യം വെക്കാൻ പോകുന്നത് എന്തായിരിക്കും? ഇറാനിലെ പ്രക്ഷോഭകരെ തൊട്ടാൽ ഇടപെടുമെന്ന അമേരിക്കൻ ഭീഷണിക്ക് ആ പ്രക്ഷോഭത്തെ തന്നെ അടിച്ചമർത്തുന്ന നടപടി സ്വീകരിച്ചുകൊണ്ടാണ് ഇറാൻ മറുപടി നൽകിയിരിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധിക്കെതിരെ പ്രതിഷേധിക്കാനുള്ള പൗരന്മാരുടെ നടപടിയെ ഇറാൻ ഭരണകൂടം പിന്തുണച്ചിട്ടുണ്ട്. അവർ അടിച്ചമർത്തുന്നത് ഈ പ്രക്ഷോഭത്തിനിടയിൽ കയറി കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്ന കലാപകാരികളെ മാത്രമാണ്. പ്രക്ഷോഭത്തിനിറങ്ങുന്നവരിൽ ബഹുഭൂരിപക്ഷത്തിനും അമേരിക്കയും ഇസ്രായേലും തീർത്ത കെണിയിലാണ് തങ്ങൾ കുടുങ്ങിയിരിക്കുന്നതെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇറാഖിനെ പോലെ ഇറാനെയും തകർക്കാനുള്ള അമേരിക്കയുടെ അജണ്ടയ്ക്കെതിരെ പൊരുതാൻ തന്നെയാണ് ഇറാന്റെ തീരുമാനം. അമേരിക്ക ഇടപെട്ടാൽ ഒരേ സമയം ഇസ്രായേലിനെയും അമേരിക്കൻ താവളങ്ങളെയും ആക്രമിക്കാനാണ് ഇറാൻ പദ്ധതി. അങ്ങനെ സംഭവിച്ചാൽ അമേരിക്കയുടെ ചരിത്രത്തിലെ തന്നെ വലിയ നാശത്തിലാണ് അത് കലാശിക്കുക. പശ്ചിമേഷ്യയിലെ ഏറ്റവും ശക്തമായ സൈനിക ശക്തിയാണ് ഇറാൻ. മുട്ടാൻ ശ്രമിച്ചാൽ അമേരിക്കയും വിവരമറിയും. ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമാണ് ഇറാൻ ഭരണകൂടത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ. 6 മാസം മുമ്പ് ഇറാനെ ആക്രമിച്ച് കൈപൊള്ളിയ അനുഭവം അമേരിക്കയ്ക്കും ഇസ്രയേലിനുമുണ്ട്. സ്വന്തം രാജ്യത്തെ ശത്രു രാജ്യങ്ങൾക്ക് വേണ്ടി തകർക്കാൻ കൂട്ടുനിൽക്കുന്ന ഏത് കലാപകാരികളെയും ഇല്ലാതാക്കാൻ ഇറാൻ ഭരണകൂടത്തിന് അവകാശമുണ്ട്. അത് ചോദ്യം ചെയ്യാൻ ലോകത്തെ ഒരു രാജ്യത്തിനും അവകാശമില്ല. മദൂറോയെ തട്ടിക്കൊണ്ടുപോയപ്പോൾ ഉയരാത്ത നാവുകൾ ഇറാൻ ഭരണകൂടത്തിനെതിരെ ഉയർന്നാൽ അത് ആരും തന്നെ വകവയ്ക്കുകയുമില്ല. പശ്ചിമേഷ്യയിലെ ഓരോ അമേരിക്കൻ പൗരനും സൈനിക ഉദ്യോഗസ്ഥരും ഇറാന്റെ പ്രതികാര ലക്ഷ്യമായിരിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞിട്ടുണ്ട്. ബഹ്റൈനിലെ അമേരിക്കൻ നാവികസേനാ കപ്പലുകൾ ചാരമാകാൻ ഇറാന് നിമിഷ നേരം മാത്രം മതിയാകും. പശ്ചിമേഷ്യയിൽ അമേരിക്കയ്ക്ക് നിരവധി വ്യോമ നാവിക താവളങ്ങളുണ്ട്. ഇവിടങ്ങളിൽ 10,000-കണക്കിന് സൈനികരുമുണ്ട്. ഇറാനെ തൊട്ടാൽ അവർ ലക്ഷ്യം വയ്ക്കുന്ന ആദ്യ ടാർഗറ്റുകളും ഇതായിരിക്കും. ഈ മേഖലയിലെ വിവിധ സൈനിക താവളങ്ങളിലായി 40,000-ഓളം സൈനികരും നിരവധി യുദ്ധക്കപ്പലുകളുമാണ് അമേരിക്കയ്ക്കുള്ളത്. അമേരിക്കൻ മിലിറ്ററി സെൻട്രൽ കമാൻഡിന് കീഴിലാണ് ഇവ പ്രവർത്തിക്കുന്നത്. ഖത്തറിലെ അൽ ഉദൈദ് എയർബേസ്, ബഹ്റൈനിലെ US നാവികസേന 5ാം കപ്പൽ വ്യൂഹത്തിന്റെ താവളം, ഇറാഖിലെ അൽ അസദ് എയർബേസ്, ഹരീർ എയർബേസ്, ദക്ഷിണ സിറിയയിലെ അൽ ടാൻഫ് ഗാരിസൺ സൈനിക താവളം, കുവൈത്തിലെ അലി അൽ സാലം എയർബേസ്, UAEയിലെ അൽ ദഫ്ര എയർബേസ് എന്നിവയൊക്കെ ഇതിൽ ഉൾപ്പെടുന്നതാണ്. അമേരിക്കയുടെ സുപ്രധാന സൈനിക കേന്ദ്രമാണ് ബഹ്റൈനിലുള്ളത്. നാവികസേന സെൻട്രൽ കമാൻഡിന്റെയും 5ാം കപ്പൽ വ്യൂഹത്തിന്റെയും ആസ്ഥാനവും ബഹ്റൈനിലാണ്. ബഹ്റൈൻ തുറമുഖത്ത് വിമാനവാഹിനി കപ്പലുകൾ ഉൾപ്പെടെയുള്ള ഏറ്റവും വലിയ അമേരിക്കൻ യുദ്ധക്കപ്പലുകളും ആന്റി മൈൻ കപ്പലുകളും അടക്കമുള്ളവയുണ്ട്. മാത്രമല്ല കോസ്റ്റ് ഗാർഡ് കപ്പലുകളും ഇവിടെ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. പശ്ചിമേഷ്യയിലെ സകല അമേരിക്കൻ താവളങ്ങളും ചാമ്പലാക്കാൻ ശേഷിയുള്ള മാരക മിസൈലുകളാണ് ഇറാൻ ഇപ്പോൾ വിന്യസിച്ചിരിക്കുന്നത്. ഒരു പ്രതിരോധ സംവിധാനത്തിനും തകർക്കാൻ കഴിയാത്ത ഇത്തരം മിസൈലുകൾ ഇറാൻ തൊടുത്താൽ പിന്നെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നത് ചിന്തിക്കാൻ പോലും സാധിക്കുന്നതല്ല. ഇറാൻ അമേരിക്ക സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടാൽ ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് സമാനതകളില്ലാത്ത ദുരന്തത്തിനായിരിക്കും.
157 വർഷം പഴക്കമുള്ള അമേരിക്കൻ സ്വപ്നം. അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ഹാരി ട്രൂമാൻ തുടങ്ങി ഡൊണാൾഡ് ട്രംപിന്റെ വരെ ചിരകാല മോഹം. മഞ്ഞുപാളികൾ പുതച്ചുറങ്ങുന്ന ഗ്രീൻലാൻഡ് എന്ന നിഗൂഢ ദ്വീപ് സ്വന്തമാക്കാൻ അത്ര എളുപ്പത്തിൽ സാധിക്കുമോ? പണം കൊടുത്ത് വശത്താക്കാമെന്ന ട്രംപിന്റെ കുടിലതന്ത്രം ഏക്കുമോ? വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളസ് മഡൂറോയെ സൈനിക നടപടിയിലൂടെ പിടികൂടിയ ട്രംപിന്റെ നീക്കം ഗ്രീൻലാൻഡിലും ആവർത്തിക്കപ്പെടുമോ? ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപായ ഗ്രീൻലാൻഡ് വടക്കേ അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. തന്ത്രപരമായ ഈ സ്ഥാനവും അവിടുത്തെ അപൂർവ ധാതുസമ്പത്തും തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റിനെ ഇവിടേക്ക് ആകർഷിക്കുന്നത്. അമേരിക്കയുടെ പ്രതിരോധ സുരക്ഷയ്ക്ക് ഗ്രീൻലാൻഡ് അത്യന്താപേക്ഷിതമാണെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഡൊണാൾഡ് ട്രംപ്. ഗ്രീൻലാൻഡിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുമെന്ന ഭീഷണികൾ അവസാനിപ്പിക്കണമെന്ന് ഡെൻമാർക്കിലെയും ഗ്രീൻലാൻഡിലെയും ഭരണാധികാരികൾ ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിട്ടും ട്രംപ് തന്റെ നിലപാടിൽ മാറ്റം വരുത്താൻ തയ്യാറായിട്ടില്ല. വെറുമൊരു ഭൂമി എന്നതിലുപരി അമേരിക്കയുടെ പ്രതിരോധത്തിന് ഒഴിച്ചുകൂടാനാകാത്ത ഇടമായാണ് ട്രംപ് ഗ്രീൻലാൻഡിനെ കാണുന്നത്. ആർട്ടിക് മേഖലയിൽ റഷ്യയുടെയും ചൈനയുടെയും സാന്നിധ്യം വർദ്ധിക്കുന്നത് അമേരിക്കയ്ക്ക് ഭീഷണിയാണെന്നും അത് തടയാൻ ഗ്രീൻലാൻഡ് നിയന്ത്രിക്കണമെന്നുമാണ് ട്രംപിന്റെ നിലപാട്. ഗ്രീൻലാൻഡിനെ ഡെൻമാർക്കിൽ നിന്നും വേർപെടുത്തി രാജ്യത്തിന്റെ ഭാഗമാക്കാൻ തന്ത്രപരമായ പല നീക്കങ്ങളും അമേരിക്ക നടത്തുന്നുണ്ട്. ആക്രമിച്ചു വരുതിയിലാക്കൽ തൽക്കാലം നടക്കില്ലെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് ഡെൻമാർക്കിൽ നിന്ന് വേർപിരിഞ്ഞ് അമേരിക്കയിൽ ചേരാൻ സാധ്യതയുള്ള ഗ്രീൻലാൻഡുകാരെ കാശുകൊടുത്ത് വശത്താക്കാനാണ് ട്രംപിന്റെ നീക്കം. ഗ്രീൻലാൻഡ് നിവാസികളെ സ്വാധീനിക്കുന്നതിനായി ഓരോ വ്യക്തിക്കും $10,000 മുതൽ $1,00,000 വരെ നേരിട്ട് പണമായി നൽകുന്ന ക്യാഷ് ഫോർ ഗ്രീൻലാൻഡ് പദ്ധതി അമേരിക്കൻ ഭരണകൂടം പരിഗണിക്കുന്നതായി വിവരമുണ്ട്. ഗ്രീൻലാൻഡിലെ ഏകദേശം 57,000 വരുന്ന താമസക്കാരെ അമേരിക്കൻ പക്ഷത്തേക്ക് ആകർഷിക്കുകയാണ് ലക്ഷ്യം. ദ്വീപിന്റെ ഭരണം ഡെൻമാർക്കിൽ നിന്ന് അമേരിക്കയിലേക്ക് മാറ്റുന്നതിനെ പിന്തുണയ്ക്കുന്നവർക്ക് ഈ തുക പാരിതോഷികമായി നൽകാനാണ് ആലോചന. ഗ്രീൻലാൻഡ് സ്വന്തമാക്കാനുള്ള ട്രംപിന്റെ നീക്കം വെറുമൊരു റിയൽ എസ്റ്റേറ്റ് മോഹമല്ല, മറിച്ച് ആഗോള രാഷ്ട്രീയത്തിലെ വമ്പൻ സ്രാവുകളുടെ പടയൊരുക്കം കൂടിയാണ്. ഇന്ത്യയേക്കാൾ വലിപ്പത്തിൽ ചെറുതാണെങ്കിലും ഈ മഞ്ഞുദ്വീപിനായി അമേരിക്ക ഡെൻമാർക്കിനോട് കൊമ്പുകോർക്കുന്നതിന് പിന്നിൽ ചില കാരണങ്ങളുമുണ്ട്. മാത്രമല്ല, ട്രംപ് അധിനിവേശത്തിന് ശ്രമിച്ചാൽ 1952 നിയമപ്രകാരം ആദ്യം വെടിവെക്കുകയും പിന്നീട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുമെന്ന ഡെൻമാർക്ക് പ്രതിരോധ മന്ത്രാലയത്തിന്റെ നിലപാട് കാര്യങ്ങൾ എത്രത്തോളം ഗുരുതരമാണെന്ന് വ്യക്തമാക്കുന്നുമുണ്ട്. ആർട്ടിക് മേഖലയിൽ റഷ്യ തങ്ങളുടെ സൈനിക സാന്നിധ്യം ശക്തമാക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഗ്രീൻലാൻഡ് എന്ന താവളം അമേരിക്കയ്ക്ക് അനിവാര്യമാണ്. റഷ്യയുടെയും വടക്കേ അമേരിക്കയുടെയും ഇടയിലുള്ള ഈ തന്ത്രപ്രധാനമായ സ്ഥാനം അമേരിക്കൻ മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ നട്ടെല്ലാണ്. മുൻപ് തുലെ എയർബേസ് എന്നറിയപ്പെട്ടിരുന്ന ഗ്രീൻലാൻഡിന്റെ പിറ്റുഫിക് സ്പേസ് ബേസ് ഇപ്പോൾ യുഎസിന്റെ ഉടമസ്ഥതയിലാണ്. റഷ്യയിൽ നിന്നോ ചൈനയിൽ നിന്നോ ഉത്തര കൊറിയയിൽ നിന്നോ പോലും വരുന്ന ഏതൊരു മിസൈലും യുഎസിന് നിരീക്ഷിക്കാനും തടയാനും കഴിയും. അതുപോലെ വിക്ഷേപിക്കാനും സാധിക്കും. മഞ്ഞിനടിയിലെ നിധിശേഖരം സ്വന്തമാക്കുകയാണ് അടുത്ത ലക്ഷ്യം. കാലാവസ്ഥാ വ്യതിയാനം മൂലം ഗ്രീൻലാൻഡിലെ മഞ്ഞുരുകുമ്പോൾ അവിടെ ഒളിഞ്ഞിരിക്കുന്ന അപൂർവ ധാതുക്കളുടെയും എണ്ണയുടെയും വൻ ശേഖരം പുറത്തുവരികയാണ്. സ്മാർട്ട് ഫോണുകൾ മുതൽ യുദ്ധവിമാനങ്ങൾ വരെ നിർമ്മിക്കാൻ ആവശ്യമായ ഈ ധാതുക്കളിൽ ചൈനയ്ക്കുള്ള കുത്തക തകർക്കാൻ ട്രംപിന് സഹായിക്കും.
അതിനിടെ ട്രംപ് അധിനിവേശത്തിന് ശ്രമിച്ചാൽ 1952 നിയമപ്രകാരം മറ്റനുമതികൾക്കായി കാത്തുനിൽക്കാതെ തന്നെ ഉടനടി യുദ്ധം ഏറ്റെടുക്കാൻ സൈനികർക്ക് നിർദ്ദേശമുണ്ട്. ഡാനിഷ് സൈന്യത്തിന് നൽകിയിട്ടുള്ള ഈ കർശനമായ നിർദ്ദേശത്തിന് 1940 രണ്ടാം ലോക മഹായുദ്ധകാലത്തോളം പഴക്കമുണ്ട്. അന്ന് ഡെൻമാർക്കിന് നേരിടേണ്ടി വന്ന കൈപ്പേറിയ അനുഭവമാണ് ഇത്തരമൊരു നിയമത്തിന് പിന്നിലെ പ്രധാന കാരണം. 1940 അപ്രതീക്ഷിതമായി നടന്ന ആക്രമണത്തിലൂടെ നാസി ജർമ്മനി ഡെൻമാർക്കിന്റെ തലസ്ഥാനമായ കോപ്പൻഹേഗൻ ഉൾപ്പെടെയുള്ള പ്രമുഖ നഗരങ്ങളുടെ നിയന്ത്രണം അതിവേഗം പിടിച്ചെടുത്തു. ജർമ്മൻ സൈന്യത്തിന്റെ പെട്ടെന്നുള്ള നീക്കങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ അന്ന് ഡാനിഷ് സൈന്യത്തിന് സാധിച്ചില്ല. തീരുമാനങ്ങൾ എടുക്കുന്നതിലുണ്ടായ കാലതാമസവും കൃത്യമായ ഉത്തരവുകളുടെ അഭാവവും രാജ്യത്തെ കീഴടങ്ങലിലേക്ക് നയിച്ചു. ഈ പരാജയത്തിൽ നിന്നുള്ള പാഠം ഉൾക്കൊണ്ടാണ് ഭാവിയിൽ സമാനമായ അധിനിവേശ ശ്രമങ്ങൾ ഉണ്ടായാൽ ഉന്നതതല ഉത്തരവുകൾക്കായി കാത്തുനിൽക്കാതെ തന്നെ ശത്രുവിനെ നേരിടാനുള്ള ധീരമായ തീരുമാനം ഡെൻമാർക്ക് കൈക്കൊണ്ടത്. ഇത് പിന്നീട് ആദ്യം വെടിവെക്കുക എന്ന കർശനമായ സൈനിക ചട്ടമായി മാറുകയായിരുന്നു. അതേസമയം നാറ്റോ സഖ്യകക്ഷിയായ ഡെൻമാർക്കിന്റെ അധീനതയിലുള്ള ഗ്രീൻലാൻഡിനെ ചൊല്ലിയുള്ള തർക്കം കൂടുതൽ സങ്കീർണമാകുമെന്ന സൂചനകളാണ് ട്രംപിന്റെ പുതിയ പ്രസ്താവനയിലൂടെ പുറത്തുവന്നിരിക്കുന്നത്. നാറ്റോ സഖ്യവുമായുള്ള ബന്ധം നിലനിർത്തുന്നതാണോ ഗ്രീൻലാൻഡ് സ്വന്തമാക്കുന്നതാണോ മുൻഗണന എന്ന ചോദ്യത്തിന് രണ്ടിലൊന്ന് തെരഞ്ഞെടുക്കേണ്ടി വന്നേക്കാമെന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം. നാറ്റോയിലെ പ്രധാന അംഗമായ ഡെൻമാർക്കിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ പ്രസിഡന്റിൽ നിന്നുള്ള ഇത്തരമൊരു പരാമർശം വലിയ ആശങ്കയുണ്ടാക്കുന്നതാണ്. ഗ്രീൻലാൻഡ് എന്നത് കേവലം മഞ്ഞുപാളികളല്ല, വരാനിരിക്കുന്ന ആഗോള യുദ്ധങ്ങളുടെ ഒരു തന്ത്രപ്രധാനമായ കേന്ദ്രം തന്നെയായിരിക്കും. വെനസ്വേലയിൽ മഡൂറോയെ പിടികൂടിയതുപോലെ ഒരു സൈനിക നടപടിക്ക് ട്രംപ് മുതിർന്നാൽ അത് നാറ്റോ സഖ്യത്തിൽ വലിയ വിള്ളലുണ്ടാക്കും. അങ്ങനെയുണ്ടായാൽ മറ്റൊരു ലോകമഹായുദ്ധത്തിന് തന്നെ ഇത് കാരണമായേക്കും. 2024 റഷ്യ അവതരിപ്പിച്ച പുതിയ ഹൈപ്പർസോണിക് മിസൈൽ ഒറേഷിനിക്കിന്റെ പ്രഖ്യാപനം ലോകരാജ്യങ്ങളെ ഒന്നാകെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ഇപ്പോഴിതാ ആണവ പേലോഡുകൾ വഹിക്കാൻ ശേഷിയുള്ള ഈ മിസൈൽ യുക്രൈനെതിരെ പ്രയോഗിച്ച് ഒരിക്കൽ കൂടി ലോകരാജ്യങ്ങളെ റഷ്യ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. വ്ളാഡിമിർ പുടിന്റെ വസതി ലക്ഷ്യമാക്കി യുക്രൈൻ നടത്താൻ ശ്രമിച്ച ഡ്രോൺ ആക്രമണത്തിനുള്ള തിരിച്ചടിയായിരുന്നു ഈ ആക്രമണം. അതിലുപരി അമേരിക്കയ്ക്കും മറ്റ് നാറ്റോ സഖ്യകക്ഷികൾക്കും യൂറോപ്പിനും ഒരു മുന്നറിയിപ്പ് കൂടി നൽകുകയായിരുന്നു റഷ്യ. അമേരിക്കയും നാറ്റോയുമല്ല, ഇനി ലോകം മുഴുവൻ എതിരെ വന്നാലും അത് നേരിടാനുള്ള കരുത്തും ശേഷിയും തങ്ങൾക്കുണ്ടെന്ന് തെളിയിക്കുകയാണ് റഷ്യ. ലോകത്തൊരു രാജ്യത്തിനും തടുക്കാൻ പറ്റാത്ത ഹൈപ്പർസോണിക് മിസൈലായ ഒറേഷിനിക് പ്രയോഗിച്ചാണ് റഷ്യ ആക്രമണം കടുപ്പിച്ചിരിക്കുന്നത്. നിരവധി വാർഹെഡുകൾ ഉള്ളതാണ് റഷ്യയുടെ ഈ ഒറേഷിനിക് മിസൈൽ. ശബ്ദത്തേക്കാൾ 10 ഇരട്ടി വേഗതയിലുള്ള മിസൈൽ കൂടിയാണിത്. വെനസ്വേല പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയി ലോകക്രമം മാറ്റിയെഴുതാൻ ശ്രമിക്കുന്ന അമേരിക്കയും യുക്രൈനിലേക്ക് സൈനികരെ അയക്കാൻ തീരുമാനിച്ച നാറ്റോ രാജ്യങ്ങളെയും ശരിക്കും ഭയപ്പെടുത്തുന്ന മിസൈൽ പ്രയോഗമാണ് റഷ്യ നടത്തിയിരിക്കുന്നത്. ഇതേസമയം തന്നെയാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ വെച്ച് അമേരിക്കൻ സൈന്യം പിടിച്ചെടുത്ത റഷ്യൻ പതാകയുള്ള എണ്ണ ടാങ്കറിലെ റഷ്യൻ പൗരന്മാരെയും അമേരിക്ക മോചിപ്പിച്ചതെന്നതും ശ്രദ്ധേയമാണ്. കപ്പൽ റഷ്യയുടേതല്ലെങ്കിലും അതിലെ 2 ജീവനക്കാർ റഷ്യൻ പൗരന്മാരായതിനാൽ ജീവനക്കാരെ വിട്ടില്ലെങ്കിൽ പ്രത്യാഘാതം ഗുരുതരമാകുമെന്നാണ് റഷ്യ മുന്നറിയിപ്പ് നൽകിയിരുന്നത്. ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറയുന്നത് പോലെ യുക്രൈനിലേക്ക് ഒറേഷിനിക് വിട്ടതോടെ അമേരിക്കയും ഭയന്നു എന്ന് തന്നെ വേണം കരുതാൻ. അതുകൊണ്ടാണ് മഡൂറോയെ തട്ടിക്കൊണ്ടുപോയി ലോക പോലീസ് കളിച്ച അമേരിക്കയ്ക്ക് റഷ്യൻ അന്ത്യശാസനത്തിന് മുന്നിൽ വഴങ്ങേണ്ടി വന്നത്. ഇതിനു മുൻപ് 2024 നവംബറിൽ റഷ്യ ഒറേഷിനിക് മിസൈൽ ഉപയോഗിച്ച് യുക്രൈനിൽ ഒരു പരീക്ഷണം നടത്തിയിരുന്നു. എന്നാൽ അതൊരു വലിയ ആക്രമണമായിരുന്നില്ല. ഈ 2 ആക്രമണത്തിനും നിർണായകമായ വ്യത്യാസങ്ങളുമുണ്ട്. മുൻ ആക്രമണം
മധ്യ യുക്രൈനിലെ ഡിനിപ്രോ നഗരത്തിലെ ഒരു എയ്റോസ്പേസ് ഫാക്ടറിയെ ലക്ഷ്യമിട്ടതായിരുന്നുവെങ്കിൽ ഇപ്പോഴത്തെ ആക്രമണം നാറ്റോ അംഗമായ പോളണ്ടിന്റെ അതിർത്തിയോട് ചേർന്നുള്ള ലിവിവിലാണ് നടന്നിരിക്കുന്നത്. ഇതുതന്നെയാണ് അമേരിക്കൻ ചേരിയെയും നാറ്റോ രാജ്യങ്ങളെയും ഭയപ്പെടുത്തുന്നത്. ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണ് അമേരിക്കയെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യവും ഏറ്റവും കൂടുതൽ ആണവായുധമുള്ള രാജ്യവും റഷ്യ തന്നെയാണ്. അവരുടെ ആവനാഴിയിൽ ഇനിയും ലോകം കാണാത്ത അനവധി ആയുധങ്ങളുണ്ട്. അതിൽ ഒന്ന് മാത്രമാണ് ഒറേഷ്നിക്. ഇപ്പോഴത്തെ റഷ്യൻ നീക്കങ്ങൾ സൂചിപ്പിക്കുന്നത് അമേരിക്കയ്ക്കും നാറ്റോയ്ക്കുമെതിരെ ഒരു ബദൽ സൈനിക ചേരി സൃഷ്ടിക്കുക എന്നതാണ്. ഉത്തര കൊറിയയ്ക്ക് പുറമെ ട്രംപിന്റെ ഭീഷണി അതിരുവിട്ട സാഹചര്യത്തിൽ ചൈനയും ഇന്ത്യയും ഇറാനും ഈ ചേരികളിൽ കണ്ണികളാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. വെനസ്വേലയിലും ഇറാനിലും ഗ്രീൻലാൻഡിലും ട്രംപ് കാത്തുവച്ചിരിക്കുന്നത് എന്താണ്? ഈ നീക്കങ്ങൾ മറ്റ് രാജ്യങ്ങളിലേക്കും പടരുമോ? ലോകത്തിന് എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണണം. വീണ്ടും കാണാം അടുത്ത വാരം.